ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഡ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബീറ്റ്സ് എയർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ബീറ്റ്സ് എയർ എന്ന് പറയുന്ന ഒരു TWS ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബോക്സ്. ഫ്രണ്ടിൽ ഒരു 1 year വാറന്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വേറെ കാര്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു 1000 രൂപയ്ക്കുള്ളിലാണ് എനിക്ക് ഈ ഒരു ഡിവൈസ് മേടിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽസ് നോക്കാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വാറണ്ടി കാർഡാണ് കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മുടെ TWS ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ചാർജിങ് കേബിള്, ഇതിനകത്ത് ബഡ്സ് കാണും. ബഡ്സും അവൈലബിൾ ആണ്. അപ്പം ഇത് ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ TWS എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ TWS. ഒരു ഇതിന്റെ കളർ വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ആണ്. ഇത് ബ്ലാക്ക് ഐസ് ബ്ലൂ എന്നാണ് ഇവരിതിന് ഇട്ടേക്കുന്ന പേര്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ബ്ലൂ കളർ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ബ്ലാക്ക് ഐസ് ബ്ലൂ, ഇതാണ് കളർ വേരിയന്റിന്റെ പേര്. ഇവിടെ നമുക്ക് വിഡയുടെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഏകദേശം ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റ് ഫീല് നമുക്ക് തരുന്നുണ്ട് ഡിസൈനിനകത്തിൽ. അപ്പം ഇനി നമുക്ക് ഇതിന്റെ ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഇതാണ് ഓവറോൾ ഒരു ഡിസൈൻ. വളരെ കുറച്ച് വലുതാണ്, എന്നാലും നമ്മുടെ കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഇതിൽ ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ടാണ് വരുന്നത്. ഏകദേശം 200 മണിക്കൂറിന്റെ സ്റ്റാൻഡ് ബൈ ടൈം നമുക്ക് കിട്ടും. പിന്നെ 13mm ഡ്രൈവേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ കിട്ടും. അതേപോലെ തന്നെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ അവൈലബിൾ. പിന്നെ ഇതിൽ ഗെയിമിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പബ്ജിയും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം കുറച്ച് ലേറ്റൻസിയിലൊക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ബഡ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഭയങ്കര എന്റെ ചെവിയിൽ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും TWS ഒന്നും ഇരിക്കാറില്ല. ഇത് ഭയങ്കര സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഇളകിയൊന്നും പോകുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഈ സാധനം ചെവി വെച്ചിട്ട് ബൈക്കിലേക്ക് ഓടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്കിത് പറ്റാറില്ല, കാരണം എന്റെ ചെവിയിൽ ഈ സാധനം കറക്റ്റായിട്ട് ഇരിക്കാറില്ല. പക്ഷേ ഈ വീഡിയോയുടെ വേറെ ഒരു നേരത്തെ ഒരു TWS എനിക്ക് ഇട്ടിട്ടുണ്ട്. അതും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെവിക്ക് അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ഇനി ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഓഡിയോ ക്വാളിറ്റി ഓക്കെയാണ്. വളരെ ഒരു 1000 റുപ്പീസിനകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നോർമൽ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പം ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.